Hi, welcome all. Today we are going to study wave particle duality. So here we know what is a wave, what is a particle, what is duality. Wave എന്ന് പറഞ്ഞാൽ എന്താണ്, പാർട്ടിക്കിൾ എന്നാൽ എന്താണ്, ഡുവാലിറ്റി എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡുവാലിറ്റി മീൻസ് ദ്വിത്വം, രണ്ടും ഒരു വസ്തുവിൽ തന്നെ രണ്ട് സ്വഭാവം കാണുന്നതിനാണ് ഡുവാലിറ്റി എന്ന് പറയാറ്. അപ്പോൾ വേവ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഭവമാണ്, പാർട്ടിക്കിൾ വേറൊരു സംഭവമാണ്. പക്ഷേ അത് രണ്ടിൻ്റെയും പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ വേവ് എടുത്തു കഴിഞ്ഞാൽ അതിന് വേവിൻ്റെയും പാർട്ടിക്കിളിൻ്റെയും പ്രോപ്പർട്ടി ഉണ്ടാവും. പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെയും വേവിൻ്റെയും പ്രോപ്പർട്ടി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് എന്ന് നോക്കാം. ലൈറ്റ് എടുക്കുകയാണെങ്കിൽ, ലൈറ്റ് ഈസ് ലൈറ്റ് കമ്പോസ്ഡ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് വേവ്സ്. ലൈറ്റ് യഥാർത്ഥത്തിൽ പാർട്ടിക്കിൾ ആണോ വേവ് ആണോ? ലൈറ്റ് ഒരു പാർട്ടിക്കിൾ ആണോ വേവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വേറൊരു ചോദ്യം ചോദിക്കാം. ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിൾ ആണോ വേവ് ആണോ? പക്ഷേ സത്യത്തിൽ ഈ ലൈറ്റും ഇലക്ട്രോണും വേവ് ഡുവാലിറ്റിയാണ്, വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റിയാണ്. ഇനി നമ്മൾ എടുത്തു നോക്കിയാൽ ഓരോ സെപ്പറേറ്റ് എക്സ്പെരിമെൻ്റ്, ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ തെളിയിച്ചതാണ് ലൈറ്റ് ഹാസ് എ പാർട്ടിക്കിൾ നേച്ചർ. ലൈറ്റിന് ഒരു പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തു. പക്ഷെ അതിന് മുമ്പ് തന്നെ ലൈറ്റ് ഒരു വേവ് ആണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ലൈറ്റ് ഒരു വേവ് ആണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ് പോലെയുള്ള വേവ്സിന് മാത്രം കാണിക്കാൻ പറ്റുന്ന സ്വഭാവമായ അതൊക്കെ കാണിക്കുന്നു. പക്ഷേ ലൈറ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും കാണിക്കുന്നതുകൊണ്ട് അത് പാർട്ടിക്കിൾ നേച്ചർ ആണെന്ന് തെളിയിക്കപ്പെട്ടു. ഇനി ഇത് രണ്ടും ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് എന്ന് പറയുന്ന ഒരു റേഡിയേഷനെ കുറിച്ചാണ് പറയുന്നത്. അതേസമയത്ത് നമ്മൾ കാണുമ്പോൾ ഫിസിക്കലി നമ്മൾ തൊട്ടു നോക്കാൻ പറ്റുന്ന മാറ്റർ ഉള്ള ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഒരു ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ ഉദാഹരണം, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളാണ്. നമ്മൾ സ്വന്തമായി അത് പാർട്ടിക്കിൾ നേച്ചർ ഉള്ള സംഭവമാണ്. പക്ഷേ ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസ്, അതിനുശേഷം ഡാവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റിലൂടെ എന്ത് ചെയ്തു, അതായത് പാർട്ടിക്കിൾ നേച്ചർ ഓൾറെഡി ഉള്ള ഇലക്ട്രോണിന് വേവ് നേച്ചർ ഉള്ളതായി ആര് കണ്ടെത്തി? ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസും ഡാവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റും കണ്ടെത്തി. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഇനി ഇലക്ട്രോണിന് വേവ് നേച്ചർ ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? ഡാവിസൺ ജെർമർ എക്സ്പെരിമെൻ്റ് ആണ്. ബേസിക്കലി ലൈറ്റ് ഒരു വേവ് ആണ്. ബേസിക്കലി ലൈറ്റ് നമ്മൾ സാധാരണഗതിയിൽ വേവിൻ്റെ നേച്ചറാണ് മുമ്പേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോൺ ആണെങ്കിലോ ഒരു പാർട്ടിക്കിളാണ്, പാർട്ടിക്കിളിൻ്റെ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ, അതായത് ഡാവിസൺ ജെർമർ എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ, അത് ആരാണ്? ഡി ബ്രോഗ്ലിയുടെ ഒരു ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ഈ എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ അത് ഒരു പാർട്ടിക്കിൾ നേച്ചർ ഉള്ളതായി, ഒരു ഇലക്ട്രോണിന് ഒരു വേവ് നേച്ചർ ഉള്ളതായി കാണപ്പെട്ടു. ഇനി ലൈറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു വേവ് ആണ്. പക്ഷേ ആ ലൈറ്റ് എന്ന് പറയുന്ന വേവിന് പാർട്ടിക്കിൾ നേച്ചർ ഉള്ളതായി ആര് കണ്ടെത്തി? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടെത്തി. ഓക്കെ, ഇനി അടുത്തതിലേക്ക് കടക്കാം. നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു മെറ്റൽ എടുക്കുകയാണ്, ആ മെറ്റലിലേക്ക് ഒരു ലൈറ്റ് വന്ന് വീഴുന്നു. ആ മെറ്റൽ സോഡിയം മെറ്റലാണ്, ആൽക്കലി മെറ്റൽസ്. അതിൽ നിന്നും ഇലക്ട്രോൺസ്
പുറത്തു വരുന്നതായി കാണപ്പെടുന്നു. അപ്പോൾ ഇതിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു പ്രോസസ് ഫിനോമിന, ഈ പ്രതിഭാസത്തെ. പക്ഷെ ഈ പ്രതിഭാസത്തിൽ അടക്കിയിരിക്കുന്ന പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാൻ അവിടെ ഒരു സമയത്തിന് ദൈർഘ്യമില്ല, ടൈം ലാഗ് ഇല്ല. എപ്പോഴാണോ ലൈറ്റ് വീഴുന്നത് അപ്പോൾ തന്നെ ഇലക്ട്രോൺ വരുന്നു. ഇനി ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നു. എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് പുറത്തു വരുന്നോ അത് കൂടുന്നു എപ്പോഴാണ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ. പക്ഷേ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുന്നില്ല മാക്സിമം. റെഡ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കൂടുതൽ ഇൻറ്റൻസിറ്റി കൊടുത്തിട്ടും ഇലക്ട്രോൺസ് പുറത്തു വരുന്നില്ല. പക്ഷേ വയലറ്റ് ലൈറ്റ്, അതായത് ഫ്രീക്വൻസി കൂടുതലാണ്, റെഡിനേക്കാളും ഫ്രീക്വൻസി കൂടുതലാണ്. പക്ഷേ ഇലക്ട്രോൺസ് കുറച്ചേ വരുന്നുള്ളൂ. പക്ഷേ ആ ഇലക്ട്രോൺസ് വീക്ക് വയലറ്റ് ലൈറ്റ്, ഇൻറ്റൻസിറ്റി കുറഞ്ഞ ഒരു വയലറ്റ് ലൈറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസ് കുറച്ചേ വരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുതലാണ്. ഓക്കെ. പക്ഷേ ഇൻറ്റൻസിറ്റി കൂടിയ ലോ ഫ്രീക്വൻസി ഉള്ള കൂടുതൽ ഇൻറ്റൻസിറ്റിക്കാളും മാക്സിമം കൈനറ്റിക് എനർജി കൂടുതലാണ്. എങ്ങനെയാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തത് എന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മൾ കണ്ടു. എന്താണ്? ഒരു മെറ്റലിലേക്ക് ലൈറ്റ് വീഴുമ്പോൾ ഇലക്ട്രോൺ പോകുന്നു. അതിൽ നമ്മൾ കണ്ട പ്രത്യേകതകൾ സമയം ദൈർഘ്യമില്ല, ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ പിന്നെ നമ്പർ കൂടുന്നു എന്നല്ലാതെ എനർജി കൂടുന്നില്ല. അപ്പോൾ the remarkable fact that the energy was independent of the total energy of illumination showed that the interaction must be like that of a particle which gave all of its energy to the electron. ഇതാണ് പ്രത്യേകത. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതിന് നടക്കുന്ന സ്വഭാവം നോക്കുകയാണെങ്കിൽ, ഒരു പാർട്ടിക്കിളിൻ്റെ സ്വഭാവമുള്ള ഒരു ഫോട്ടോൺ അല്ലെങ്കിൽ ലൈറ്റാണ്. ആ പാർട്ടിക്കിളിൻ്റെ എനർജി മുഴുവനായും ആ ഇലക്ട്രോണിന് കൊടുത്തത് കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഈ ഇലക്ട്രോൺ പുറത്തു വരുന്നത്. അത് പ്ലാങ്ക്സ് തിയറിക്ക് വളരെയധികം ഫിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് പ്ലാങ്ക്സ് തിയറിയാണ്? ആ പ്ലാങ്ക്സ് തിയറി തന്നെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷനെ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചത്. ഇനി ലൈറ്റ് കാണിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും പിന്നെ പോളറൈസേഷനും. അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് ലൈറ്റ് ഒരു വേവ് ആണ് എന്നുള്ളതാണ്. ഓക്കെ. പക്ഷേ 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞതോടുകൂടി പാർട്ടിക്കിൾ നേച്ചറിൻ്റെ ആവശ്യമില്ല, ലൈറ്റ് ഒരു വേവ് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ചില കാര്യങ്ങൾ വീണ്ടും അതിനുശേഷം സംഭവിച്ചത് കാരണമായി ചില ഉത്തരങ്ങൾ കിട്ടാത്ത ചില സംഭവങ്ങൾ സംഭവിച്ചു. ഇനി റിഫ്ലക്ഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. വേവ്സ് ഉപയോഗിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. റിഫ്രാക്ഷൻ ആണെങ്കിലും അങ്ങനെ പറ്റും. ഇൻ്റർഫറൻസ് ആണെങ്കിൽ വേവ്സ് മാത്രമേ പറ്റുള്ളൂ, പാർട്ടിക്കിൾ നേച്ചർ ഉപയോഗിച്ച് പറ്റില്ല. ഡിഫ്രാക്ഷനും വേവ് മാത്രമേ പറ്റൂ, പോളറൈസേഷനും വേവ് നേച്ചർ മാത്രമേ പറ്റൂ. പക്ഷേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് വേവ്സ് പറ്റില്ല, മറിച്ച് പാർട്ടിക്കിൾ കൊണ്ട് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഉണ്ടോ? ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വെച്ച് ബാക്കി എല്ലാം വേവ്സ് കൺസെപ്റ്റ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മാത്രം വേവ്സ് ഉപയോഗിച്ച് പറ്റില്ല, മറിച്ച് പാർട്ടിക്കിൾ ഉപയോഗിച്ച് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണ് ലൈറ്റിന് ഒരു ഡുവൽ നേച്ചർ ഉണ്ട് എന്ന് തീരുമാനത്തിലെത്തിയത്. നമുക്കിതൊക്കെ അറിയാം. ഈ ന്യൂട്ടൺ കോർപ്പസ്കുലർ തിയറി പാർട്ടിക്കിൾ നേച്ചർ പറയുന്നു, ഇത് വേവ് നേച്ചർ പറയുന്നു. പക്ഷേ ക്വാണ്ടം തിയറി പറയുന്നതാണ് സത്യം, രണ്ടും അല്ല.
ഈ രണ്ടും ശരിയല്ല. ക്വാണ്ടം തിയറി പറയുന്നത് the light exhibit particle properties on the quantum scale of atoms. At least light can achieve a sufficient localization of energy to eject an electron from the metal surface. So it might be implied that there must be a particle treatment of refraction of light. But for ordinary optics, the wave view of light is a practical approach. അപ്പോൾ സാധാരണ ഒപ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം വേവ് നേച്ചർ മതിയാകും. പക്ഷേ if I am going into a microscopic level, that is, light can achieve a sufficient localization of energy to eject an electron from the metal surface. Okay. There must be a particle treatment of refraction of light. Refraction of light നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കിൾ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അങ്ങനെയുള്ള ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിക്കിൾ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. പക്ഷേ ഇൻ്റർഫറൻസ് സംബന്ധിച്ചിടത്തോളം ഒരു വേവ് നേച്ചർ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മാത്രമാണ് എന്ത് ഈ വേവ് നേച്ചർ അല്ല എന്ന് തെളിയിക്കുന്നത്. വേവ് നേച്ചർ അല്ല എന്ന് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് പാർട്ടിക്കിൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ എന്താണ് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി? അപ്പോൾ ലൈറ്റ് അതിൻ്റെ സ്വഭാവവും എന്താണെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻ്റർഫറൻസ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ, അതെല്ലാം അതിൻ്റെ ഒരു ക്യാരക്ടേഴ്സാണ്. പക്ഷെ വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി എന്ന് പറഞ്ഞാൽ വേവിൻ്റെയും പാർട്ടിക്കിളിൻ്റെയും സ്വഭാവം ഒരുമിച്ച് ഒരേ സമയത്ത് കാണപ്പെടുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നു, അണ്ടർസ്റ്റാൻഡ് ദ പാർട്ടിക്കിൾ ആൻഡ് വേവ് നേച്ചർ ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റിനെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അങ്ങനെയാണ് ലൈറ്റ് ആൻഡ് ഓൾ അതർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മേ ബി കൺസിഡർഡ് ആസ് എ പാർട്ടിക്കിൾ ഓർ ആസ് എ വേവ് ഹാവിങ് എ വേവ് നേച്ചർ. അപ്പം ലൈറ്റ് മാത്രമല്ല, എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും പാർട്ടിക്കിൾ മാത്രമല്ല വേവ് നേച്ചറും കൂടെ ഉണ്ട്. അത് മാത്രമല്ല 1923 ഡി ബ്രോഗ്ലി സജസ്റ്റ് ചെയ്തതനുസരിച്ച് എന്താണ്, നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ഹാസ് എ വേവ് നേച്ചർ. ഓക്കെ, അപ്പോൾ തിരിച്ച് പറയുകയാണെങ്കിൽ ഒരു ലൈറ്റിന് വേവിൻ്റെയും പാർട്ടിക്കിളിൻ്റെയും സ്വഭാവം ഉള്ളതുപോലെ തന്നെ ഒരു പാർട്ടിക്കിളിന് വേവിൻ്റെയും പാർട്ടിക്കിളിൻ്റെയും സ്വഭാവമുണ്ട്. അതാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് ഡി ബ്രോഗ്ലി വേവ്സ്. അപ്പോൾ പ്ലാങ്ക്സ് തിയറി ഉപയോഗിച്ച് ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡി ബ്രോഗ്ലി ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഇതൊരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ച് കിട്ടിയ ഗ്രാഫാണ്. അവിടെ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയും എനർജി ഓഫ് ദ ഇലക്ട്രോണും തമ്മിൽ ഗ്രാഫ് വരച്ചു. ഇതിൻ്റെ സ്ലോപ്പ് വീണ്ടും പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഈക്വലായി കിട്ടുകയും ചെയ്തു. അപ്പോൾ പ്ലാങ്ക്സ് തിയറമാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ ശരിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. We come to the end of this class.